അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ കീഴടങ്ങിയതിന് ശേഷം, ഖൈബർ ജൂതന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. മദീനയിൽ നിന്ന് ജോർഡാനിലേക്കുള്ള റൂട്ടിലാണ് ഖൈബർ വരുന്നത്, ഷാമിലേക്കുള്ള വഴിയിൽ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലെ തോട്ടവും അവരുടെ സമ്പാദ്യവും ഏറ്റെടുത്തിരുന്നു. കാരണം ഖൈബറിലേക്ക് വന്ന ജൂതന്മാർ നബിതങ്ങളുമായുള്ള ഉടമ്പടി ലംഘിക്കുകയും കടുത്ത വഞ്ചന ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ നബിതങ്ങൾ അവർക്കെതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ വന്നിരുന്നു, ഖൈബറിലെ ഈത്തപ്പനയുടെ അതിൽ നിന്ന് കിട്ടുന്ന കൃഷി, ഈത്തപ്പഴത്തിൻ്റെ പകുതി ജൂതന്മാർക്കും പകുതി മുസ്ലിമീങ്ങൾക്കും. കാരണം ഭരണം അന്ന് നബിതങ്ങൾക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജൂതന്മാരുടെ ഈത്തപ്പന അതിൻ്റെ വില നിശ്ചയിക്കാൻ വേണ്ടി നബിതങ്ങൾ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു ചെന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ എല്ലാ ഈത്തപ്പനകളും നോക്കിയിട്ട് ഓരോന്നിലുമുള്ള പഴങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി അതിൽ നേർപകുതി റസൂലുള്ളാഹി തങ്ങൾക്കും, അതായത് മുസ്ലിമീങ്ങൾക്ക്, ബാക്കി അവർക്ക് ഖൈബറിലെ ജൂതന്മാർക്ക് കൊടുക്കാൻ വേണ്ടി അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോൾ അവർ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു റവാഹ, നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് സ്വർണവും വെള്ളിയൊക്കെ തരാം, നിങ്ങൾ ഈ കൊണ്ടുപോകുന്നതിൽ അത് കുറച്ച് കൂടുതലാണ് നിങ്ങൾ മുസ്ലിമീങ്ങൾ കൊണ്ടുപോകുന്നത്, ഞങ്ങൾക്കിനെ തിരിച്ചു തരുമോ? ബ്രൈബ് ചെയ്യാന്ന് പറയില്ലേ, ചെറിയൊരു ഒരു കൈക്കൂലി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചവർ. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അൻതും അഅദാഇ. വല്ലാത്ത ദേഷ്യത്തിൽ പറഞ്ഞു, ഖൈബറിലെ ജൂതന്മാരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ വധിക്കാൻ പ്ലാൻ ചെയ്തവരെ, നബിതങ്ങളെ വിഷമിപ്പിച്ചവർ, തങ്ങളുമായുള്ള ഉടമ്പടി പൊളിച്ചു കളഞ്ഞവർ, ഇസ്ലാമിനെ തകർക്കാൻ ശത്രുക്കളുടെ കൂടെ നിന്ന് കൊടുക്കുന്നവർ, ആ നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് വെറുപ്പുണ്ട്. പക്ഷേ ആ വെറുപ്പുള്ളതിൻ്റെ പേരിൽ നീതിയല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യില്ല. നിങ്ങളോട് പോലും നീതി ചെയ്യാനാണ് എൻ്റെ മതം എന്നോട് പറയുന്നത്. നിങ്ങളുടെ ഈ കൈക്കൂലി എനിക്ക് വേണ്ട. ഞാൻ വരുന്നത് മിൻ അഅദലിന്നാസ്, ലോകത്തിന് നീതി പഠിപ്പിക്കാൻ വന്ന ഏറ്റവും വലിയ നീതിമാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ആ എന്നോട് നിങ്ങൾ നീതി ചെയ്യരുത് എന്ന് പറയുകയോ, വല്ലാഹി ലാ അഫ്അലന്ന, അത് ഞാൻ ചെയ്യില്ല, ഞാൻ നീതിയോടെ ഇവിടെ പെരുമാറൂ, നീതിയുക്തമായിട്ടേ എനിക്ക് വിധി പറയാൻ കഴിയൂ എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ജൂതന്മാർ പറഞ്ഞിട്ടുണ്ട്, ബിഹാദാ ഖാമത്തിസ് സമാവാതു വൽ അർള്, ഈ നീതി കൊണ്ടാണ് ആകാശലോകങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത്. മുസ്ലിമീങ്ങളുടെ ഈ നീതിബോധം, ഈ നീതി കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ആകാശങ്ങളും ഭൂമിയും ഇവിടെ തകരാതെ നിലനിൽക്കുന്നത്. ഇവർ ചെയ്യുന്ന നീതി കൊണ്ടാണ്. ഈ നീതിബോധം അവർ സമ്മതിച്ചു കൊടുത്തു. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു കൈക്കൂലി വാങ്ങാൻ അവിടെ തയ്യാറായില്ല. അതാണ് നീതി എന്ന് മഹാനായ റസൂലുള്ളാഹി